ചിരട്ടിയിലൊക്കെ പകുതിയോളം റബ്ബർ പാലുണ്ട് കേട്ടോ. എടുക്കാതെ പോയതോ അല്ലെങ്കിൽ എന്താ പറയുക, എടുത്തതിന് ശേഷം നമ്മൾ പാലെടുത്തിട്ട് പോയതിന് ശേഷം ഇതിനകത്ത് ഉറ്റിയിട്ട് നിറഞ്ഞു വന്നതോ എങ്ങനെയോ ഉള്ളതാണ്. ഇവിടെ വലിയൊരു മുളം കൂടാരം ഉണ്ടായിരുന്നു. ഒരുപാട് മുളകളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് പൂത്തതിന് ശേഷം പിന്നെ മുള ബാക്കി ഉണ്ടാവില്ല. അപ്പം അത് ഫുള്ള് നശിച്ചു പോയി, ഉണങ്ങിപ്പോയി. എനിക്കറിയില്ലായിരുന്നു, ഇതിപ്പോൾ ഉണങ്ങിപ്പോയപ്പോൾ പറയുന്നത് കേട്ടത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ മുള ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ല, എല്ലാം പോകുന്നു. ഈ റബ്ബർ ഒരു അകലത്തിലാണ് കേട്ടോ നടുക. ഈ റബ്ബർ ഇരിക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ പ്ലാറ്റ്ഫോം. മഴക്കാലത്തും ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ കവറൊക്കെ ചെയ്തിട്ട് വെട്ടുന്നവരുണ്ടാവും കേട്ടോ. നമ്മൾ വെട്ടാറില്ല. അടുത്ത തവണ ഇത് വെട്ടാൻ ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും മുഴുവൻ കാട് കയറിയിട്ടുണ്ടാവുക. മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വിറകിനോ ഒക്കെ ആയിട്ട് ഇനി ഇങ്ങോട്ട് വരും. സ്വന്തമായിട്ട് കുറച്ച് റബ്ബറൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ അത്യാവശ്യം വിറകും കിട്ടും, ഇങ്ങനെ ഒരു വരുമാനമാണ്. പിന്നെ കൂലിയൊക്കെ കൊടുത്ത് വെട്ടുന്നവരാകുമ്പോൾ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഓരോ സീസൺ ടൈം ആകുമ്പോൾ ഇതിന് ചാണകവും മറ്റേ ഇംഗ്ലീഷ് വളവും ഒക്കെ ആയിട്ട് ഇടും. ഈ സാധനത്തിന് കുറേ ആയി കണ്ടിട്ട്. നല്ല സുന്ദര കുട്ടപ്പന്മാരായ കുറേ പുഴുവുണ്ടാവും ഇതുപോലെ. ചാക്ക് അപ്പുറം വെച്ചേക്കാം.